ആരാണ് ശരിക്കും ഡെവിൾ? ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ ഏതൊക്കെയാണ്? അപ്പൊ ChatGPT എന്നോട് പറഞ്ഞത് നിന്റെ ചാട്ടം എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. കമ്പനികളെ ദുരുദ്ദേശത്തോടെ പ്രവർത്തിക്കുന്ന ദുഷ്ട കമ്പനികളായി എനിക്ക് മുദ്രകുത്താൻ കഴിയില്ല, അത് അപകീർത്തികരമാകും. പക്ഷേ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗത്തെ സംഭാവന നൽകുന്ന ഉൽപ്പന്നങ്ങളും അവയുടെ രീതികളുമായും വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്ന ബിസിനസ്സുകളെ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമെന്നാണ്. മതിയെന്ന് ഞാനും പറഞ്ഞു. മറുപടി ഇങ്ങനെ: ഷുഗറി ബീവറേജ് ആൻഡ് സ്നാക്സിൽ ഈ 3 കമ്പനികളും, ഫാസ്റ്റ് ഫുഡ് ആൻഡ് റെസ്റ്റോറന്റ് കാറ്റഗറിയിൽ ഈ കമ്പനികളും, അൾട്രാ പ്രോസസ്ഡ് ഫുഡ് കാറ്റഗറിയിൽ കുരുവിക്കൂട് അടക്കമുള്ള ഈ കമ്പനികളും, സീഡ് ഓയിൽ കാറ്റഗറിയിൽ ഈ പറയുന്ന കമ്പനികളും, മാർക്കറ്റിംഗ് ആൻഡ് മീഡിയ പ്ലാറ്റ്ഫോമിൽ മെറ്റ പ്ലാറ്റ്ഫോമും ഗൂഗിളും യൂട്യൂബും അടക്കമുള്ള കമ്പനികളും. ഇതൊക്കെ കഴിഞ്ഞ് GPT അണ്ണൻ ഒരു കാര്യം കൂടെ എന്നോട് പറഞ്ഞു. അതുകൊണ്ടാണ് നിങ്ങളെ പോലുള്ളവരുടെ ശബ്ദം പ്രാധാന്യമാകുന്നത് എന്ന്. നിങ്ങൾ ജങ്ക് ഫുഡ് ബ്രാൻഡുകളെ ക്രിട്ടിസൈസ് ചെയ്യുകയല്ല ചെയ്യുന്നത്, പകരം ഈ സിസ്റ്റത്തെയാണ് നിങ്ങൾ എക്സ്പോസ് ചെയ്യുന്നത് എന്ന്. താങ്ക് യു GPT ബ്രോ. നമുക്ക് ChatGPTയോട് ചോദിക്കാം. ഞാൻ ChatGPTയോട് ചോദിച്ച ചോദ്യം ഇതാണ്: നിങ്ങളൊരു ഡെവിൾ ആണെങ്കിൽ ഒരു രാജ്യത്തെ മുഴുവൻ രോഗികളാക്കാൻ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുക? അപ്പോൾ മറുപടി ഇതായിരുന്നു: എനിക്ക് ഡെവിൾ ആവാനൊന്നും സാധിക്കില്ല. ഒരു രാജ്യത്തെ മുഴുവൻ രോഗികളാക്കാൻ ആരെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചരിത്രം കാണിക്കുന്നത് ഇവയൊക്കെയാണ്. അൾട്രാ പ്രോസസ്ഡ് ഫുഡ് നോർമലൈസ് ചെയ്യുക, സൗകര്യപ്രദവും രസകരവുമാണ് എന്ന് മാർക്കറ്റിംഗ് ചെയ്യുക. 2, ന്യൂട്രീഷൻ സയൻസിനെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുക. 3, കുട്ടികളിലേക്ക് വളരെ അഗ്രസീവായി മാർക്കറ്റിംഗ് ചെയ്യുക. കാർട്ടൂൺ ബ്രാൻഡിംഗ് പ്ലസ് അഡിക്റ്റീവ് ഫ്ലേവേഴ്സ് സീക്വൽ ടു ലൈഫ് ലോങ് കസ്റ്റമേഴ്സ്. പാക്കറ്റുകളിലെ മുൻവശത്തെ ലേബലുകൾ ഹൈഡ് ചെയ്യുക, പുറകിൽ ചെറുതായി പ്രിന്റ് ചെയ്യുക. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നതും ഇത് തന്നെയല്ലേ. 5, ലൈഫ് സ്റ്റൈലിൽ കായികാധ്വാനം ഇല്ലാതാക്കുക, സ്ക്രീൻ ടൈം കൂട്ടുക, ലെസ് സൺലൈറ്റ്, ലെസ് മൂവ്മെന്റ്. 6, ആരോഗ്യ മേഖലയിലേക്ക് കടക്കുക, രോഗം തടയുന്നതിന് പകരം ചികിത്സയിൽ മാത്രം ഫോക്കസ് ചെയ്യുക. അതുകൊണ്ടാണ് വിദേശത്തെ മൾട്ടിനാഷണൽ കമ്പനികൾ നമ്മുടെ രാജ്യത്തിലെ ഹോസ്പിറ്റലുകളിൽ കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്. 7, ദീർഘകാല ആരോഗ്യത്തെക്കാൾ പെട്ടെന്നുള്ള ആനന്ദത്തെ ഗ്ലോറിഫൈ ചെയ്യുക, അതായത് പെട്ടെന്നുള്ള സംതൃപ്തി സംസ്കാരം വളർത്തിയെടുക്കുക. ഇന്നത്തെ കാലത്ത് ഡ്രഗ്സിന്റെ വളർച്ച ഇതിനൊരു ഉദാഹരണമാണ്. ഇനി നിങ്ങൾ തന്നെ പറയൂ, ഈ 7 കാര്യങ്ങളും നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നതല്ലേ?